ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. അരുൺ വർമ്മ ഡയറക്ട് ചെയ്തിട്ട് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബേബി ഗേൾ. വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ പടത്തിന് കയറിയിട്ടുണ്ടായത്. പിന്നെ തൊട്ട് മുന്നേ ചത്താപ്പാച്ചും കൂടി കഴിഞ്ഞ് നേരെ അടുത്ത പടത്തിന് കയറിയത്. അപ്പൊ ചത്താപ്പാച്ചവന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് കൊണ്ടാണോ അറിയില്ല, ഈ പടം ബേബി ഗേൾ മൊത്തത്തിൽ ഒരു ഡീസന്റ് വാച്ച്, ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. പടം മൊത്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കഥയായിട്ട് കാണിക്കുന്നത്. ആ ഒരു ട്രെയിലറിൽ കണ്ട പോലെ ഒരു ചൈൽഡ് അബ്ഡക്ഷൻ നടക്കുന്നു. അതിനുശേഷം പോലീസും സിറ്റി എല്ലാവരും ആ കാണാതായ കുട്ടീനെ അന്വേഷിക്കുന്നു. നിവിൻ പോളി ആ ഹോസ്പിറ്റലിലത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ നിവിൻ പോളി ആ ഇവന്റിലേക്ക് ഇൻവോൾവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നിവിൻ പോളിയും ആ കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാവുന്നു. അങ്ങനെ അതിലെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇങ്ങോട്ട് അവസാനം വരെ ഇതിന്റെ ഒരു ത്രില്ലർ ഫാക്ടർ ഒട്ടും എത്ര കിടിലൊന്നും പറയാനില്ലെങ്കിലും അത് ആ ത്രില്ലിംഗ് ഫാക്ടർ ഒട്ടും നഷ്ടപ്പെടാണ്ട് തന്നെ ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേക്കേഴ്സിന് പറ്റിയിട്ടുണ്ട്. ഇതിന്റെ മേക്കർ അരുൺ വർമ്മേന്റെ മുന്നത്തെ സിനിമ മറ്റേ ഗരുഡൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയും ബിജു മേനോനും അഭിനയിച്ചു. അതും മോശമില്ലാത്തൊരു ത്രില്ലർ ആയിരുന്നു, കുഴപ്പമില്ലാത്ത. അപ്പോൾ ആ ഒരു സിനിമേന്റെ ലെവലും വെച്ച് നമ്മൾ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടാണ് ഈ സിനിമ കയറിയിട്ടുണ്ടായത്. അപ്പം അതെന്തായാലും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അരുൺ വർമ്മക്ക് പറ്റിയിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സും വന്നു പോകുന്നെങ്കിലും പക്ഷെ എല്ലാവർക്കും അത്യാവശ്യം ഒരു നല്ലൊരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേക്കേഴ്സിന് പറ്റിയിട്ടില്ല. ജാഫർ ഇടുക്കിയിലും നല്ല കിടിലൻ ആക്ടറാണ്, പക്ഷെ ജാഫർ ഇടുക്കിയിലും കൊണ്ടുവന്നിട്ട് ചെറിയൊരു റോൾ കൊടുത്തിട്ട് സൈഡാക്കുക ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏടിയും ഒട്ടും ഓവറായിട്ടോ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. കറക്റ്റ് ആയിട്ട് പക്ക ഒരു വിഷ്വൽസിന് എല്ലാം മാച്ച് ആയിട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായത്. പിന്നെ ഈ സിനിമയത്തെ എടുത്തു പറയേണ്ട ഏറ്റവും കിടിലൻ ഒരു പെർഫോമൻസ് ആണ് സംഗീത് പ്രതാപിന്റെ. പുള്ളിക്കാരൻ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പുള്ളിന്റെ സിനിമകളിലെല്ലാം കണ്ടില്ല വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പുള്ളിന്റെ പെർഫോമൻസ് ബേസിൽ പുള്ളി ഏറ്റവും കിടിലായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സിനിമേന്റെ ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് മൊത്തത്തിൽ പടം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കൊണ്ടുപോകുന്നതിൽ ഒരു വലിയ പങ്ക് സംഗീത് പ്രതാപിന്റെ ആക്ടിങ്ങിനുണ്ട്. കാരണം പുള്ളിക്കാരന്റെ ആ ഒരു ആക്ടിങ്ങിലേക്ക് കൂടിയാണ് ആ ഒരു ടെൻഷനും അത് നമുക്കും കൂടി കിട്ടുന്നത്. ഓക്കെ, എന്താവും എന്നുള്ളത് ക്ലൈമാക്സ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അതിന് സംഗീത് പ്രതാപിന് ഒരു നല്ല ഹാറ്റ്സ് ഓഫ്. ഇക്കൊല്ലം എന്തായാലും നിവിൻ പോളിക്ക് ഇതുവരെ എല്ലാം നല്ല സിനിമകളിലുള്ളത്. സർവ്വമയായാലും മോശമില്ലാത്ത പെർഫോമൻസ് നിവിൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലായാലും നിവിൻ പോളിന്റെ പെർഫോമൻസ് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഇത് പിടിച്ച് അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറുണ്ട്. അത്യാവശ്യം മോശമില്ലാണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലും കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത് ഇതിന്റെ റൈറ്റേഴ്സ് ആരാന്നല്ലേ. അപ്പം ഞാൻ കണ്ടത് ഇതിന്റെ റൈറ്റേഴ്സ് ബോബി ആൻഡ് സഞ്ജയ് ആയിരുന്നു. പക്ഷെ അവരെ ആ ഒരു ലെവലിലെ റൈറ്റിംഗ് ഒന്നും നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. അത്ര ഒരു വേറെ ലെവലിലേക്കൊന്നും സംഭവം ഒന്നല്ല. പക്ഷെ ഈ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മോശമില്ലാത്ത ഒരു ഡീസന്റ് ത്രില്ലർ എക്സ്പീരിയൻസ്, മോശമില്ലാത്ത ഒരു ഡീസന്റ് വാച്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.